അക്യുപഞ്ചർ അംഗീകരിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോ നമുക്കിപ്പോ ഉണ്ടായ സിനാരിയോ അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ എസ്പെഷ്യലി ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ അംഗീകരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിന് സാധാരണ നമുക്കറിയാമല്ലോ ഈ അംഗീകാരം നൽകുന്നതിന് നമ്മുടേതായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ചികിത്സാ രീതി തന്നെയാണോ ഇത്? അതായത് TCMC രജിസ്ട്രേഷൻ ചെയ്ത ഒരു ഡോക്ടറാണ് ഞാൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നുള്ള BNMS മെഡിക്കൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് 5.5 വർഷം പഠിച്ചൊരു ഡോക്ടറാണ്. സോ എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള ഡോക്ടേഴ്സിന് അക്യുപഞ്ചർ ചികിത്സ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ അക്യുപഞ്ചറിൽ എന്തൊക്കെ ട്രീറ്റ് ചെയ്യാം, എന്തൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഇപ്പൊ പ്രസവം എടുക്കുവാൻ ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു മരണം ഉണ്ടായി. ഇപ്പോ ഈ കുട്ടിയുടെ മരണം. ഇപ്പോ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അക്യുപഞ്ചർ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? ഇപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇന്ന് ഒരു 100 അക്യുപഞ്ചർ ക്ലിനിക്കുകൾ എന്നുള്ള പേരിൽ ഇവിടെ വരുന്ന ക്ലിനിക്കുകൾ എടുത്താൽ അതിൽ 95 എണ്ണവും റൺ ചെയ്യുന്നത് 2 മാസം 3 മാസം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അക്യുപഞ്ചർ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു തരത്തിലും ഇതിന്റെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ മെഡിക്കലി ഒരു നോളജും ഇല്ലാത്ത നമ്മൾ എന്തെങ്കിലും സാധാരണ ഇപ്പൊ ടൈല് പണിക്കോ വാർപ്പണിക്കോ സാധാരണക്കാർ വരെ ഇത് വന്നിട്ട് 2 മാസത്തെ ഓൺലൈനിലോ ഓഫ്ലൈനിലോ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാണ് കേരളത്തിൽ. ആ കോഴ്സുകൾ പഠിച്ചിട്ട് അവർ സ്വന്തമായി സ്വയം ഡോക്ടർ എന്ന് ചിത്രീകരിക്കുകയാണ് 2 മാസത്തെ ഈ കോഴ്സുകൾ പഠിച്ചിട്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രസവം അല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അക്യുപഞ്ചർ താങ്കൾ ഈ പറയുന്നത് പോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണെങ്കിൽ അതേത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ, ഏത് സർവകലാശാലയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ എന്ത് മെഡിക്കൽ ബോർഡിന് കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആണ് ഇത് പഠിപ്പിക്കുന്നത്? അക്യുപഞ്ചർ ഇപ്പൊ പഠിപ്പിക്കുന്നത് ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, ആയുഷിലെ AYUSH എന്നുള്ളതിൽ വൈയിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതിയില് ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് 5.5 വർഷത്തെ മെഡിക്കൽ ഡിഗ്രിയിലാണ് അക്യുപഞ്ചർ. ആയുഷിന് കീഴിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണോ അക്യുപഞ്ചർ? അതെ അതെ, ആയുഷിന്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് TCMC രജിസ്ട്രേഷൻ ഉള്ള ഡോക്ടറാണ് ഞാൻ. എന്നെ പോലെ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് 100-ലധികം നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മെഡിക്കലി പഠിച്ചിട്ടുള്ളത്. ഇപ്പോ അക്യുപഞ്ചർ ലോകത്തില് 3ാമത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം ആണ്. നമ്മൾ WHO തന്നെ അംഗീകരിച്ചിട്ടുള്ള WHO അംഗീകരിച്ച ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസ് എന്റെ കയ്യിലുണ്ട്. അവർ WHO നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് അംഗീകരിച്ച ലിസ്റ്റ് ഓഫ് ഡിസീസുകളുണ്ട്. അല്ല, അങ്ങനെയെങ്കിൽ ഡോക്ടർ അഭിജിത്ത്, അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിനെ വിലക്കുക എന്നത് പ്രായോഗികമല്ലല്ലോ. യഥാർത്ഥത്തിൽ വിലക്കേണ്ടത് സാർ, അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ വിലക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 മാസം 2 മാസം കൊണ്ട് ഡോക്ടേഴ്സ് ആവുന്ന ഈ വ്യാജ അക്യുപഞ്ചറിസ്റ്റുകളെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഈ ഏറ്റവും ഇപ്പൊ പൊതുസമൂഹത്തിന്റെ ആരോഗ്യവും പൊതുസമൂഹത്തിന്റെ ജീവനും വരെ എടുക്കുന്നതിനോടൊപ്പം 5.5 വർഷം പഠിച്ച് ഡോക്ടറായി അക്യുപഞ്ചർ ശാസ്ത്രീയമായിട്ട് പഠിച്ച് കൃത്യമായി വേണ്ട രോഗങ്ങൾക്ക് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഞങ്ങളെ പോലുള്ള ഡോക്ടേഴ്സ് ആണ് ഇവര് കാരണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഈ ഹിജാമ, റെയ്ക്കി പോലെയുള്ള ചികിത്സാ രീതികളെ സംബന്ധിച്ച് താങ്കൾക്ക് അറിവുണ്ടോ? ഇല്ല, അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളധികം പ്രാക്ടീസ് ചെയ്യാറില്ലാത്ത സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ കൃത്യമായി നേരത്തെ ഡോക്ടറോട് ചോദിച്ചില്ല, ഇതിനൊക്കെ ഒരു മതത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ ഈ പത്തനംതിട്ടയിൽ നരബലി നടത്തിയതുപോലെ നടത്തിയതുപോലെ യഥാർത്ഥ ഒരു നരബലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, താങ്കൾ സൂചിപ്പിച്ചു ഇതിപ്പോൾ ആയുഷിന് കീഴിൽ വരുന്നതാണ് എന്ന് പറയുമ്പോൾ ഇത്തരം ചികിത്സാ രീതികൾ പാടില്ല, ഏത് പാടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ സാധിക്കുക? ഇന്ന ചികിത്സയ്ക്ക് അക്യുപഞ്ചറാണ് നല്ലത് അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് ഗവൺമെന്റിനോടുള്ള ആരോഗ്യ വകുപ്പിനോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് പഠിച്ചവർ ഇത് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇത് ഈ വ്യാജന്മാരെ സമൂഹത്തിൽ തിരിച്ചറിഞ്ഞ് അവർ ഈ 2 മാസം 3 മാസം 6 മാസം കൊണ്ട് സ്വയം പ്രഖ്യാപിത ഡോക്ടർമാരാകുന്ന അവരുടെ ക്ലിനിക്കുകൾക്ക് സർക്കാരിന് കൂട്ടിടാൻ പറ്റട്ടെ. കൂട്ടിടാൻ പറ്റിയാൽ ഈ പറയുന്ന കൊലപാതകങ്ങളും ഈ പറയുന്ന അനിഷ്ട സംഭവങ്ങളോട് ഇല്ലാതാണ്. അല്ലാത്തിടത്തോളം കാലം ഇതുപോലുള്ള വ്യാജന്മാർ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കും. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത് ഇതിന് ശാസ്ത്രീയതയുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ച് ചികിത്സിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിപ്പോൾ അലോപ്പതിയിലും നമുക്കറിയാമല്ലോ, പലപ്പോഴും വ്യാജ ഡോക്ടർമാർ അലോപ്പതിയിൽ ഉണ്ടാകാറുണ്ട്. എത്രയോ ആളുകളെ പിന്നീട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വ്യാജന്മാരാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം പറയുന്നു.
അതിലൊരു പ്രശ്നം എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. ഈ അക്യുപങ്ചർ തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ MBBS കഴിഞ്ഞവരും ചിലപ്പോൾ MD കഴിഞ്ഞവരൊക്കെ തന്നെ ചെറിയൊരു കോഴ്സ് അക്യുപങ്ചറിൽ ചെയ്യുക. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഒബ്ജക്ഷൻ പറഞ്ഞു. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ ജലദോഷത്തിനും അല്ലെങ്കിൽ പനിക്കൊക്കെ മരുന്ന് കൊടുക്കാറുണ്ട്. അതിനൊന്നും ആരും ഒബ്ജക്ഷൻ പറഞ്ഞില്ല. ഹോമിയോപ്പതിയിൽ ബ്രെയിൻ ട്യൂമർ ട്രീറ്റ് ചെയ്യാൻ പോയാൽ ശരിയാവില്ലല്ലോ, അല്ലേ? അപ്പൊ അതേമാതിരി തന്നെ അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ചെറിയ വേദനകൾ കാര്യങ്ങൾക്ക് അതിനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അത് ഉപയോഗിച്ചിരുന്നു ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, DACU എന്ന് പറഞ്ഞൊരു ഡിഗ്രി കൊടുത്തിരുന്നു ഇതിന്. ഞാൻ MBBS കഴിഞ്ഞിട്ടുണ്ട്, ഡിപ്ലോമ ആണെന്ന് അക്യു. പക്ഷെ അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കൂല. ഒരു ഞങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ ആയുർവേദത്തെ നമ്മൾ അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ വേറെ ഒരു അലോപ്പതിയിൽ പെട്ടാണല്ലോ, ഹോമിയോപ്പതിയാണ്, മനസ്സിലായില്ല. അപ്പൊ അത് അങ്ങനെയുണ്ട്. അതിനെ അംഗീകരിക്കുക വേണ്ട എന്നുള്ളതൊക്കെ ചെയ്യേണ്ടതൊക്കെ സർക്കാരിന്. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ ഈ ഹോമിയോപ്പതിക്കും അല്ലെങ്കിൽ ആയുർവേദത്തിനുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സർക്കാർ അംഗീകൃതമായ പഠന. ഞാനൊരു കാര്യം കൂടെ പറയാം. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെ മെമ്പറായിരുന്നു ഞാൻ. ഇപ്പോഴാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ മെമ്പറായിരുന്നു. ഇതിലൊക്കെ ഈ മറ്റേ നമ്മുടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ മെമ്പർമാരുണ്ടെന്നേ. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിലിൽ ഹോമിയോപ്പതിയുടെ മെമ്പറുണ്ട്, ആയുർവേദത്തിന്റെ മെമ്പറുണ്ട്. അപ്പൊ അതിന്റെ മെമ്പർമാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ മെമ്പർമാരുള്ളപ്പോ നമുക്ക് തള്ളി പറയാൻ പറ്റൂല്ലോ. അവര് നമ്മുടെ കൂടെ ഇരിക്കുകയല്ലേ. അതിൽ ഈ അക്യുപഞ്ചർ പോലെയുള്ള ചികിത്സാ മേഖലകളിൽ അക്യുപങ്ചർ ഇല്ലില്ല. അക്യുപങ്ചറിന് അങ്ങനത്തെ ഇതൊന്നും നാച്ചുറോപ്പതിയിലുണ്ടോ? നാച്ചുറോപ്പതിയിലും ഇല്ല. ഇല്ല നാച്ചുറോപ്പതിയിൽ ഇല്ല. അപ്പോ അതെങ്ങനെയെന്നറിയോ, അത് കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചില ടെക്നിക്കുകൾ എന്ന് പറയുമല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? ഫിസിയോതെറപ്പി ഒരു ടെക്നിക്കാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഫിസിയോതെറപ്പി വെച്ചൊരു ബ്രെയിൻ ട്യൂമർ ട്രീറ്റ് ചെയ്യുമല്ലോ, മനസ്സിലായി? ഞാൻ ഉദാഹരണം പറയണം, മനസ്സിലായി? അപ്പൊ ഇതൊരു ടെക്നിക് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അച്ഛന ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒരു ടെക്നിക്ക്, അതിനൊരു ചെറിയൊരു സയന്റിഫിക് ബേസിസും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മളാരും ഇതിനൊന്നും എതിർക്കാതിരിക്കുന്നത്. പക്ഷെ അത് പോയിട്ട് വയറ്റിലെ ട്യൂമറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിപ്പോ ഇവിടെ എന്താണ് പ്രസവത്തിന്റെ സമയത്ത് തന്നെ ഇവരെന്തോ പറഞ്ഞിരിക്കുന്നത്, ഇവരെന്തോ ഒരാളെ ഞാൻ മനസ്സിലാക്കിയത് അവരൊരു അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ആണ്, മനസ്സിലല്ലേ? അപ്പൊ അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ആൾക്ക് കുട്ടിക്ക് വാക്സിനേഷൻ വേണ്ട, മനസ്സിലല്ലേ? പിന്നെ എന്തൊക്കെ തോന്നിയാസ കാണിച്ചെന്ന് പറഞ്ഞാൽ കുട്ടീനെ എനിക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് നമുക്ക് അറിയുള്ളൂ, മനസ്സിലല്ലേ? അപ്പൊ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. അല്ലാതെ ഇപ്പൊ ഈ സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഒരു തല്ലുപിടുത്തത്തിന്റെ ഒരു വേദിയല്ല ഇതിപ്പോ നമ്മൾ. ഇപ്പോൾ അൽത്താഫ് എന്ന ആൾ കൂടിയുണ്ട്. അൽത്താഫ്, താങ്കൾ ഡോക്ടറേറ്റ് ഉള്ള അല്ലെങ്കിൽ ഡോക്ടറായിട്ടുള്ള ആൾ ആണോ? അല്ല. താങ്കൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്യാറുണ്ട്? അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ട്. അതപ്പോൾ എന്ത് ബിരുദത്തിന്റെ അല്ലെങ്കിൽ എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ലീഗലി. നമ്മൾ അതിനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ചർച്ച പ്രധാനമായും ലീഗലി എന്താണ് താങ്കൾക്കുള്ള, അതായത് TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആണോ താങ്കൾ പ്രവർത്തിക്കുന്നത്? അല്ല, ഇവിടെ ഒരുപാട് ചികിത്സാ സിസ്റ്റങ്ങളുണ്ട്. അല്ലല്ല, എന്റെ ചോദ്യം ദയവായി താങ്കൾ ശ്രദ്ധിക്കുക. കൗൺസിൽ ഇല്ലാത്ത സിസ്റ്റങ്ങളുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണോ താങ്കൾ ഈ ചികിത്സ നടത്തുന്നത്? അല്ല, അലോപ്പതി ഇത് മരുന്നില്ലാത്ത ചികിത്സയാണ്. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അലോപ്പതിയുടെയോ ആയുഷിന്റെയോ അണ്ടറിൽ വരുന്ന ഒരു ചികിത്സയല്ല ഇത്. കേന്ദ്ര സർക്കാർ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ അതിന്റെ കൗൺസിലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ അഭിജിത്ത് പങ്കെടുക്കുന്നുണ്ട്, ഡോക്ടർ അഭിജിത്ത് പങ്കെടുക്കുന്നുണ്ട്. അഭിജിത്ത് ആയുഷിന് കീഴിൽ വരുന്ന തരത്തിൽ 5-6 വർഷം പഠിച്ചതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലെ ചർച്ച എന്താന്ന് പറയൂ. അല്ല ശ്രീ അൽത്താഫ്, താങ്കളിലേക്ക് വരാം. പക്ഷെ ഇതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഡോക്ടർ ജേക്കബ് പുലയിൽ, വാക്സിൻ അഡ്വൈസറി കമ്മിറ്റിയിലെ ഡോക്ടർ ജേക്കബ് പുലയിൽ തന്നെ വാക്സിന്റെ അപകടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ ഡോക്ടർമാർ സംസാരിക്കണം. എന്നിട്ട് അതിന്റെ വ്യക്തത അല്ലല്ല അത് നമുക്ക് വാക്സിനെ സംബന്ധിച്ചും അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. ജേക്കബ് പുലയിലിന്റെ പഠനങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആര് പറഞ്ഞു ചർച്ച ചെയ്യുന്നില്ല എന്ന്? വാക്സിൻ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലേ? വാക്സിൻ എന്നത് തന്നെ അല്ലല്ല. അങ്ങനെ അൽത്താഫ് തെറ്റിദ്ധരിപ്പിക്കരുത്. ദയവായി അൽത്താഫ്, ഒരു വാക്സിൻ എന്നത് കാലങ്ങളോളം പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ കോവിഡ് എന്നത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. ദയവായി അൽത്താഫ്, അതായത് ഇത് പ്രേക്ഷകർ കേൾക്കുന്നതാണ്, താങ്കൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. കോവിഡ് എന്നത് ലോകത്ത് വ്യാപിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ സാധാരണ വാക്സിൻ പോലെ നൽകാൻ പറ്റുമായിരുന്നില്ല. മറ്റു വാക്സിനുകളെല്ലാം വർഷങ്ങൾക്ക് ശേഷം
ശേഷമാണ് ആളുകൾക്ക് നൽകുന്നത്, അല്ലാതെ കണ്ടെത്തിയ ഉടനെ തന്നെയല്ല. സംഭവിക്കാൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യം നല്ലതല്ല. അല്ല, താങ്കൾക്ക് പറയാം, താങ്കൾക്ക് പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ അൽത്താഫ്, എന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയൂ. താങ്കൾ എന്ത് ബിരുദത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര വർഷത്തെ പഠനത്തിന് ശേഷമാണ് അക്യൂപഞ്ചർ ചികിത്സ നടത്തുന്നത്? അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം. അതായത് ഇവിടെ ഒരു അല്ല, അത് പറയേണ്ടത് എവിടെയാണ് താങ്കൾ? അതെവിടെയാണ് അൽത്താഫ് പറയേണ്ടത്? ഈ ശ്രമം നല്ലതല്ല. അൽത്താഫ്, എവിടെയാണ് താങ്കൾ അത് പറയേണ്ടത്? വാക്സിൻ കൊടുത്തില്ല എന്നുള്ളതും അലോപ്പതി അല്ല, അത് ചോദ്യത്തിലേക്കൊക്കെ വരാം. അതിനിവിടെ മറ്റു ഡോക്ടർമാരടക്കമുണ്ട്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് എത്രയധികം ആളുകൾ അലോപ്പതിയിൽ മരിക്കുന്നു. അവർക്ക് എന്ത് നഷ്ടപരിഹാരമാണ് സർക്കാർ കൊടുക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ വാക്സിന്റെ വിഷയത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് സർക്കാർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തത്? അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അൽത്താഫ്. താങ്കളോട് ആവർത്തിച്ചു, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. താങ്കളുടെ വിഷയം വാക്സിൻ എന്നതാണോ? ഇവിടെ ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വാക്സിൻ എടുത്തില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ അതിന് വേണ്ട ഒരു ചികിത്സ ഏത് സ്വീകരിക്കണമെന്നും സ്വീകരിക്കണ്ട എന്നും തീരുമാനിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം ഇവിടെ നിലനിൽക്കെ, ആ പൗരന്റെ അവകാശത്തോടൊപ്പമാണ് നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞത്, ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം കൂടിയുള്ള നാടാണ് അൽത്താഫ് ഈ രാജ്യം. ഇത്രയധികം നടത്തുന്ന അലോപ്പതിക്കാരാണോ പറയുന്നത് ഇവിടെ കുട്ടിയുടെ അവകാശത്തെ? അതായത് അലോപ്പതിയാണ്, അലോപ്പതിക്ക് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. അലോപ്പതി എന്നത് തെറ്റായ ചികിത്സാ രീതി എന്നാണോ താങ്കൾ പറയുന്നത്? ഗർഭഛിദ്രം, അബോർഷൻസ് കൂടുതൽ ചെയ്യുന്നവരാണ്. ഇത്രയും അലോപ്പതി മാത്രമല്ലേ ചെയ്യുന്നത്? കേരളത്തിൽ ഇത്രയധികം ഗർഭചിത്രം കുട്ടികളുടെ അവകാശം, ജീവന്റെ അവകാശത്തെ കുറിച്ച് പറയാൻ എന്ത് അവകാശം? ഗർഭചിത്രം നടത്തേണ്ട സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്തണം. അങ്ങനെയാണല്ലോ ഒരു അമ്മയുടെ ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? വിഷയങ്ങള്, വയറ്റിനുള്ളിലുള്ള ജീവനെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ, ഗർഭചിത്രം നടത്തുന്ന ആളുകൾ, അവര് ഒരു കുഞ്ഞ് അവന്റെ സമയമെത്തി ഇത്രയും അധികം മരണങ്ങളുടെ താങ്കൾ പറയുന്നത്, താങ്കൾ പിന്തുടരുന്നതിന്റെ ശാസ്ത്രീയത എന്താണ് അൽത്താഫ്? ഇതിന്റെ പേര് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. ശ്രമം നല്ലതല്ല. താങ്കൾ പറയുന്നത്, അതായത് ഒരു അമ്മയുടെ ജീവൻ അപകടാവസ്ഥയിലാകുന്നു, ആ കുഞ്ഞിനെ ഗർഭചിത്രം നടത്തിയില്ല എങ്കിൽ ആ അമ്മ മരണപ്പെടുമെന്ന സാഹചര്യം വന്നാൽ താങ്കളുടെ ചികിത്സാ രീതി അടക്കമുള്ള ഫോർമുല എന്താണ്? ഇവിടെ അതിന്റെ പേരിൽ മാത്രമാണ് ശ്രീ അൽത്താഫ്, താങ്കൾ പറഞ്ഞ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് എന്റെ ചോദ്യം. താങ്കൾ പറയുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട്. ശരി, എന്റെ സംശയം ഇതാണ്, ഒരു അമ്മയുടെ ജീവൻ അപകടത്തിലാണ്, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തില്ല എങ്കിൽ അമ്മ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. താങ്കൾ എന്ത് ചികിത്സ നൽകും? താങ്കൾ എന്ത് ചികിത്സ നൽകും അൽത്താഫ്? പറയൂ, താങ്കൾ എന്ത് ചികിത്സ നൽകും? ജീവനെ ഒരു വർഷം കേരളത്തിൽ ഹനിക്കുന്നു എന്ന് ഏകദേശം കണക്ക് വരുമ്പോൾ 1-2% താങ്കൾ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതെനിക്ക് അനുവദിക്കാനാവില്ല. ശ്രീ അഭിജിത്ത്, താങ്കൾ ശ്രദ്ധിച്ചു കാണും, അതായത് വാക്സിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത് എന്ന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വാക്സിൻ എന്നത് കണ്ടുപിടിച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന ഒന്നല്ല. പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ അത്രമേൽ വർഷങ്ങൾ, 7-8 വർഷം ഈ വാക്സിൻ കണ്ടെത്തിയതിന് ശേഷമൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷേ കോവിഡ് പോലെയുള്ള സമയങ്ങളിൽ വാക്സിൻ അത്രയും കാലം കാത്തിരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നതാണ് വസ്തുത. അല്ല, ഇതിനകത്ത് ഇപ്പോ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ഡിഗ്രിയാണ്, എത്ര വർഷമാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനൊരു ഉത്തരവില്ല. അത് ഞാൻ പറയേണ്ട പ്ലാറ്റ്ഫോമിൽ പറഞ്ഞോളാം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം ഈ വ്യാജ അലോപ്പതി ഡോക്ടർമാരുള്ളപ്പോ മുഴുവൻ അലോപ്പതി ഡോക്ടർമാരെ നിരോധിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു സിനാരിയോ ആണ്. ഈ 5.5 വർഷം പഠിച്ച ഞങ്ങൾ ഈ പറഞ്ഞ 2.5 മാസം, 1.5 മാസം, 3 മാസം, 6 മാസം കൊണ്ടൊക്കെ പഠിച്ച് ഇവരെ പോലുള്ളവർ വന്നിട്ട് ഇതുപോലുള്ള ജൽപ്പനങ്ങൾ ഈ മാലോകരോട് മുഴുവൻ ഈ ഇതുപോലുള്ള ചാനലിലൂടെ പറയുകയാണ്. നിങ്ങൾ ചോദിക്കുന്നു എന്താണ് ശാസ്ത്രീയമായ വശം, അവർക്ക് പറയാനില്ല. അവർക്ക് ഏത് കോഴ്സാണ് പഠിച്ചത് പറയാനില്ല. TCMC രജിസ്ട്രേഷൻ ഉണ്ടോ, ഉത്തരവില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് യഥാർത്ഥ TCMC രജിസ്ട്രേഷൻ ഉള്ള 5.5 വർഷം പഠിച്ച 3rd ഇയറിൽ അക്യുപഞ്ചർ ആൻഡ് അക്യുപ്രഷർ എന്നുള്ള സബ്ജക്റ്റിൽ 1 വർഷം പഠിച്ച് അതിന്റെ തിയറിയും അതിന്റെ പ്രാക്ടിക്കലും അതിന്റെ വൈവയും കഴിഞ്ഞ് ആ എക്സാമിൽ ആ പേപ്പർ ക്ലിയർ ചെയ്ത് 5.5 വർഷം കഴിഞ്ഞ് അതാത് സ്റ്റേറ്റിലെ മെഡിക്കൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ് ഞാൻ. എന്നെ പോലുള്ള BNYS ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അവരാണ് ഇവരെ പോലെയുള്ള ഈ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ച് 3 വർഷം കൊണ്ടും 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും പഠിച്ചിട്ട് ഞങ്ങളാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഈ പറയുന്ന ഈ കുഞ്ഞ് മരിച്ചതിൽ അത് തെറ്റാണ്, കുഞ്ഞിന് അക്യുപഞ്ചർ, ഈ ജോണ്ടിസ് പോലുള്ള കാര്യങ്ങൾക്ക് ആ കുഞ്ഞിന് അക്യുപഞ്ചർ കൊടുക്കാൻ പാടില്ല എന്ന് പോലും അല്ല ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് വേറെ കാര്യങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലേ എന്നുള്ള തിരിച്ചുള്ള മറുചോദ്യമാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ചെയ്യുമ്പോൾ എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ പരിമിതികളുണ്ട്, ഇത് മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ ഈ ട്രീറ്റ്മെന്റ് അക്യുപഞ്ചർ അത്രയും എഫക്റ്റീവ് ആയിട്ട് പെയിൻ പോലുള്ള കാര്യങ്ങൾക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ
പെയിൻ പോലുള്ള കാര്യങ്ങൾക്ക്, സ്ട്രോക്ക് റീഹാബ് പോലുള്ള കാര്യങ്ങൾക്ക്, WHO അംഗീകരിച്ചിട്ടുള്ള ഡിസീസുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ശാസ്ത്രീയമായി റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു സയൻസിനെയാണ് ഒരു തരത്തിലുള്ള ശാസ്ത്രീയതയില്ലാതെ 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ച് ഇതുപോലെ ആളുകളെ കൊല്ലാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നത്. അൽത്താഫ്, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. താങ്കൾ എവിടെ നിന്നാണ് ഈ അക്യുപഞ്ചർ കോഴ്സ് പഠിച്ചത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ ചർച്ചയിൽ വന്നിട്ട് ഒരു BNYSന്റെ അണ്ടറിലേക്ക് അക്യുപഞ്ചർ ഒരു സ്വതന്ത്ര ചികിത്സയാണ്, അല്ലെങ്കിൽ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിനിനും കാര്യങ്ങൾക്കുമാണ് ചികിത്സിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ഇവിടെ ജോണ്ടിസിന് അക്യുപഞ്ചർ ചെയ്തോ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇവിടെ ആ കുട്ടിയുടെ ക്ഷീണത്തിനും അസ്വസ്ഥതകൾക്കും അക്യുപഞ്ചർ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ജോണ്ടിസിന് എന്തുകൊണ്ട് അത് വേറൊരു ചികിത്സയിലേക്ക് പോയില്ല എന്നുള്ളത് അത് അവരുടെ വിഷയമാണെന്ന് മാത്രമല്ല, എന്ത് ധൈര്യത്തിലാണ് മറ്റു ഹോസ്പിറ്റലുകൾ, എന്ത് ഗ്യാരണ്ടിയുടെ പേരിലാണ് പോകേണ്ടതെന്ന് കൂടി നിങ്ങൾ വ്യക്തമാക്കണം. അതല്ലേ താങ്കളോട് ആവർത്തിച്ച് പറഞ്ഞത്. അതിനൊരു ബോർഡുണ്ട്, കൗൺസിലുണ്ട്, അത് അംഗീകരിക്കുന്ന സംവിധാനമുണ്ട്. TCMC രജിസ്ട്രേഷൻ എന്നത് വെറുതെ ആർക്കെങ്കിലും നൽകുന്ന ഒന്നല്ല. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മെഡിക്കൽ രംഗം. എന്ത് ഗ്യാരണ്ടിയുടെ പേരിലാണ് ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതെന്ന് പറയണം. അല്ല, താങ്കളുടെ ചികിത്സയ്ക്ക് എന്ത് ഗ്യാരണ്ടി പുറത്താണ് വരേണ്ടത്? താങ്കളുടെ ചികിത്സയ്ക്ക് എന്താണ് ഗ്യാരണ്ടി? ഈ പറയുന്ന റോഡ് ശ്രീ അൽത്താഫ്, എന്താണ് താങ്കളുടെ ചികിത്സയുടെ ഗ്യാരണ്ടി? ചികിത്സയിലേക്ക് ആരും നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചികിത്സയിലേക്ക് ആളുകൾ എത്തുന്നത് എങ്ങനെയാ? അലോപ്പതി പോലെയുള്ള ചികിത്സകൾ ചെയ്ത് മടുത്തതിന് ശേഷം അറ്റകൈ പ്രയോഗം, പലപ്പോഴും മരണത്തിന്റെ ഘട്ടത്തിലാണ്. മരിച്ചാലും വേണ്ടിയില്ല, അവിടെ പോയി പൈസ ചെലവാക്കാൻ വയ്യ, കുത്തിക്കീറാൻ വയ്യ, വെട്ടിപ്പൊളിക്കാൻ വയ്യ, മരുന്നുകൾ കഴിച്ച് മടുത്തു. ഇത്തരം മനുഷ്യരാണ് പലപ്പോഴും അക്യുപഞ്ചർ ചികിത്സയിൽ വന്ന് അസുഖം മാറിയതിന് ശേഷം അവരാണ് ഇതിന്റെ പ്രചാരകരായി പോകുന്നത്. അല്ല, ഞാൻ അതാണല്ലോ താങ്കളോട് ചോദിച്ചത്. താങ്കൾ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ അക്യുപഞ്ചർ ചെയ്യുന്നത്? താങ്കൾ ചെയ്യുന്ന ആ ട്രീറ്റ്മെന്റിന്റെ ശാസ്ത്രീയത എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അൽത്താഫ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. കേൾക്കാം. അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അലോപ്പതി പറയുന്ന സയൻസും ഹോമിയോയുടെ സയൻസും ആയുർവേദത്തിന്റെ സയൻസും. ശരി, അൽത്താഫ് ഒന്ന് തുടരൂ. ഇപ്പോൾ MA ബേബി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ചികിത്സാ രീതി എന്ന് അവർ അംഗീകരിച്ചു. അപ്പോൾ അതനുസരിച്ച് നടക്കുകയാണ്. അപ്പം ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. മറ്റ് മെഡിക്കൽ മേഖലയിൽ പോയി അലോപ്പതിയിൽ നിന്നടക്കം കൃത്യമായി ഫലം ലഭിക്കാതെ മരണത്തിന് മുന്നിൽ എത്തുന്നവരെയാണ് താങ്കൾ രക്ഷിക്കുന്നത് എന്ന്. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് എന്റെ സിമ്പിളായ ചോദ്യം. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വളച്ചൊടിക്കുക. ഞാൻ പറഞ്ഞ അത്തരം ആളുകളാണ് പലപ്പോഴും വരാറുള്ളത്. അതാണ് ചോദിച്ചത്. അങ്ങനെയുള്ളവർക്ക് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്താണ് താങ്കൾ നൽകുന്ന ചികിത്സാ രീതിയുടെ ശാസ്ത്രീയത എന്നതാണ് ചോദ്യം. അക്യുപഞ്ചർ ഈ അൽത്താഫ്, എന്റെ സംശയം, താങ്കൾ ഈ അക്യുപഞ്ചർ പഠിക്കുന്നതിന് മുമ്പ് എന്ത് മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത്? എത്ര നാൾ താങ്കൾ ഈ അക്യുപഞ്ചർ പഠിച്ചു? എത്ര നാൾ കൊണ്ടാണ് താങ്കൾ ഇത് പഠിച്ചത്? എവിടെ നിന്നാണ് പഠിച്ചത്? അൽത്താഫ്, കേൾക്കാമോ? ശരി, താങ്കളിലേക്ക് തിരികെ എത്താം. ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറുണ്ട്. അഭിജിത്ത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അൽത്താഫ് ചോദ്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്. ഇപ്പോൾ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്നതെന്നോ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒക്കെ ചോദിച്ചാൽ എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. പക്ഷേ ഒരു ഡോക്ടർ പോലെ, അതായത് മനുഷ്യരുടെ ജീവനെ വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരാളോട് താങ്കൾ എന്ത് യോഗ്യതയാണ്, എന്താണ് വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരമില്ല. ഒരു പക്ഷേ ഇത് പ്രേക്ഷകർ കേൾക്കട്ടെ എന്നതിനപ്പുറത്തൊന്നും പറയാനില്ല. അതാണ് അത് തന്നെയാണ് സാർ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ തുടക്കത്തിൽ ആളുകൾ ഈ പറയുന്ന ലോകത്തെ ആളുകളുടെ ജീവനും ഈ പറയുന്ന അവരുടെ ആരോഗ്യവും ഒക്കെ ഇവര് നശിപ്പിക്കുന്നതിനോടൊപ്പം ഇവർ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്നത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള ഓൾട്ടർനേറ്റ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കൂടിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നതിൽ അതിനകത്തൊരു എന്തൊക്കെ വൃത്തികേടുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഞങ്ങൾ സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, മെഡിക്കൽ ബോർഡ് രജിസ്റ്റർ ചെയ്യാതെ ഇവിടെ ഒരാൾക്കും ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതിന് ഏത് സ്വതന്ത്ര ബോർഡാണെങ്കിലും അവർ TCMC രജിസ്ട്രേഷൻ വേണം. അവർക്ക് TCMC രജിസ്ട്രേഷൻ ഇല്ല. അവർ പറയുന്നത് സ്വതന്ത്ര ചിന്താഗതിയാണ്, അക്യുപഞ്ചർ ഒരു സ്വതന്ത്ര ചികിത്സ. അങ്ങനെ ആക്കിയിട്ടില്ല.
എന്റെ അറിവിൽ ഇന്ന് വരെ ഇന്ത്യ ഗവൺമെന്റോ കേരളത്തിന്റെ ഗവൺമെന്റോ ഒരു ഗവൺമെന്റും ഇവരെ സ്വതന്ത്ര ചികിത്സയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇവരെ അതിനുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് എന്നല്ലാതെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ശാസ്ത്രീയതരമായിട്ട് എന്നോട് ചോദിക്കുകയാണ് അവിടുന്ന് എന്താണ് പഠിച്ചത്. ഞാൻ SDM എന്നുള്ള രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ BNYS ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന 5.5 വർഷത്തെ മെഡിക്കൽ ഡിഗ്രിയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെരി ക്ലിയർ അല്ലേ? അങ്ങനെ ഇപ്പോ ഡോക്ടർ ഗഫൂറിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയാൻ ഒരു കോഴ്സോ ഒരു ക്യാമ്പസോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു സർട്ടിഫിക്കറ്റോ ഇല്ലാത്ത ഇവരെ പോലുള്ള വ്യാജന്മാരാണ് ഇതുപോലെ ഇത്രയും ലോകം അംഗീകരിച്ച് ഈ ശാസ്ത്രത്തെ റോഡിലേക്ക് ഇതുപോലുള്ള അപഹാസ്യപ്പെടുത്താൻ വേണ്ടി വലിച്ചിഴക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ആളുകളെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള വ്യാജ ഡോക്ടേഴ്സിനെ പിടിച്ച് നിർത്തി അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറാകണം. അതേപോലെ ഇപ്പം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അക്യുപഞ്ചർ നിരോധിക്കുന്നില്ലല്ലോ. വ്യാജ അലോപ്പതി ഡോക്ടർമാരുണ്ട് എന്നുള്ളത് കൊണ്ട് മോഡേൺ മെഡിസിൻ നിരോധിക്കണം എന്നല്ലല്ലോ നമ്മൾ തീരുമാനം എടുക്കുന്നത്. അതിനു പകരം ഈ അക്യുപഞ്ചർ ചികിത്സ വ്യാജമായിട്ട് ചെയ്യുന്ന, കൃത്യമായി പഠിക്കാതെ ഒരു തരത്തിലുള്ള ഡോക്ടറോ TCMC രജിസ്ട്രേഷനോ ഇല്ലാതെ ചെയ്യുന്ന വ്യാജന്മാരെ പിടിച്ച് പൊതുനിരത്തിൽ അവരെ കൃത്യമായി സർക്കാർ ഒറ്റപ്പെടുത്തുകയും അതുപോലുള്ള ക്ലിനിക്കുകൾ അടച്ചുപൂട്ടണം എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ. തീർച്ചയായും അൽത്താഫ് തുടരുന്നുണ്ട്. അൽത്താഫ് ഒരു പക്ഷേ മറുപടി നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇതേ വിഷയത്തിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം.